ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്താവിഷയം ദൈവ ഇഷ്ടം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിച്ചു. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ദൈവം എല്ലാ കാലത്തും തൻ്റെ ഭക്തന്മാരെ ശുദ്ധീകരിച്ചിരുന്നു. കർത്താവ് തൻ്റെ തൃക്കരങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരെ കർത്താവ് കഴുകിയിരുന്നു, വിശുദ്ധീകരിച്ചിരുന്നു. ഒരു ദിവസം കൊടുങ്കാറ്റ് പോലെയാണ് ഏലിയാ പ്രവാചകൻ ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നത്. ശക്തമായി വീശുന്ന കൊടുങ്കാറ്റ് പോലെ പ്രവാചകൻ ചെന്നു. രാജാവ് പെട്ടെന്ന് അമ്പരന്ന് പോയി. ആഹാബ് രാജാവ് വിഗ്രഹാരാധിയായിരുന്നു, ദൈവദോഷിയായിരുന്നു. പ്രവാചകനോ സത്യമായും ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു, ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവാചകൻ. ആഹാബ് രാജാവിന് ഏലിയാവിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പേടിയായിരുന്നു. പാപത്തെ നിശിതമായും കർക്കശമായും എതിർത്തിരുന്നയാളാണ് പ്രവാചകൻ. കാരണം ദൈവഭക്തനായിരുന്നല്ലോ. രാജാവോ പാപത്തിലും വിഗ്രഹാരാധനയിലും രസിച്ചിരുന്നയാളാണ്. രാജാവിനെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു രാജാവിൻ്റെ ഭാര്യ ഈസബേൽ. വിഗ്രഹാരാധനയിലേക്ക് രാജാവിനെ പ്രേരിപ്പിക്കുന്ന ഒരു സ്ത്രീ. രാജാവ് കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് പ്രവാചകൻ കടന്നു ചെല്ലുന്നത്. ചെന്നപാടെ പ്രവാചകൻ കൈവിരൽ രാജാവിന് നേരെ ചൂണ്ടി, ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്. രാജകുമാർ 17-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. എന്തൊരു ധിക്കാരമാണ് ഈ മനുഷ്യൻ പറയുന്നത്. രാജാവിന് ഒട്ടും രസിച്ചില്ല. അല്ലെങ്കിൽ തന്നെ ഈ പ്രവാചകനെ ഏലിയാവിനെ രാജാവിന് ഇഷ്ടമില്ല, ദേഷ്യമാണ്. കാരണം രാജാവിൻ്റെ പക്ഷം പിടിച്ച് പറയുന്നവനല്ല, മുഖഭാവം നോക്കുന്നവനല്ല, മുഖപക്ഷമുള്ള ആളല്ല. ദൈവം കൽപ്പിക്കുന്നു, സംസാരിക്കുന്നു. ദൈവം പറഞ്ഞു കൊട്ടാരത്തിൽ പോയി, ദൈവം പറഞ്ഞു കൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് സംസാരിച്ചു. അത്രമാത്രം. ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്ന പ്രവാചകനാണ് ഏലിയാ പ്രവാചകൻ. ഈ പ്രവാചകനെ ദൈവം കർമ്മേൽ മലയുടെ മുകളിൽ തീയിറക്കാൻ ഉപയോഗിക്കാൻ പോവുകയാണ്. വലിയൊരു ശുദ്ധീകരണം ആവശ്യമാണ് പ്രവാചകന്, വലിയ ശുദ്ധീകരണം ആവശ്യമാണ്. കർമ്മേൽ ഗിരിയുടെ മുകളിൽ ഈ പ്രവാചകനെ കൊണ്ട് തീയിറക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അത്ഭുതം പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ആശയോടെ പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരെ കൊണ്ടും ചില അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരെ കൊണ്ടും ചില അത്ഭുതങ്ങൾ, ചില അതിശയങ്ങൾ. എന്നെക്കൊണ്ടാവില്ല നിങ്ങൾ വിചാരിക്കരുത്, എന്നെക്കൊണ്ടാകാനിടയില്ല എന്ന് വിചാരിക്കരുത്. കർമ്മേൽ ഗിരിയുടെ മുകളിലേക്ക് പോകുന്നതിന് മുൻപ് ഏലിയാവിന് അനേകം പരിശോധനകൾ നേരിടേണ്ടിയിരുന്നു. ശുദ്ധീകരണം കൂടാതെ കർമ്മേൽ ഉയരാൻ പറ്റുകയില്ല. ശുദ്ധീകരണം കൂടാതെ കർമ്മേൽഗിരിയുടെ മുകളിലേക്ക് ഉയരാൻ പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. വലിയൊരു കഴുകൽ ആവശ്യമാണ്, വലിയൊരു രൂപാന്തരം ആവശ്യമാണ്. രാജാവ് ഞെട്ടിപ്പോയി പ്രവാചകൻ പറഞ്ഞ വാക്ക് കേട്ട്. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞോ മഴയോ ഉണ്ടാകുകയില്ല എന്ന്. എന്തൊരു ധിക്കാരപൂർവമായ വാക്കാണ്. പ്രവാചകൻ അത് പറഞ്ഞു, ഇറങ്ങിപ്പോയി. രാജാവ് വാളെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും പ്രവാചകൻ പോയി കഴിഞ്ഞു. രാജാവ് പട്ടാളക്കാർ വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പ്രവാചകൻ പോയി കഴിഞ്ഞു. പട്ടാളക്കാർ ഇങ്ങനെ ഓടി നടക്കുകയാണ്. എവിടെയാണ് ഈ ഏലിയാവ്? എവിടെയാണ്? കൊല്ലാൻ തന്നെയാണ്. കൊട്ടാരത്തിൽ വന്ന ഈ ധിക്കാരം പറഞ്ഞ പ്രവാചകനെ നീ ജീവിച്ചിട്ട് കാര്യമില്ല. ദൈവം പ്രവാചകനോട് പറഞ്ഞു, നീ കെരീത്ത് തോട്ടിൻ്റെ അരികെ പോയി ഒളിച്ചിരിക്കുക. സ്തോത്രം. കെരീത്ത് തോട്. നാട്ടിൽ മഴയില്ല, മഴ പെയ്യുന്നില്ല, തോടിൽ വെള്ളം വറ്റി വരുന്നു. വറ്റുന്ന കെരീത്തിൻ്റെ വക്കിൽ ഈ പ്രവാചകനെ ദൈവം ഒളിച്ചിരിക്കാൻ പറഞ്ഞ് അവിടെ ഇരുത്തി. അവിടെ കുറ്റിക്കാടുകളേ ഉള്ളൂ. കെരീത്തിൻ്റെ ചുറ്റുപാട് കുറ്റിക്കാടുകൾ.
വലിയ വനമൊന്നുമല്ല. ആ ദേശത്ത് വനമുണ്ട്. ആ വനത്തിലെല്ലാം പട്ടാളക്കാർ, രാജാവിൻ്റെ സേവകന്മാർ പ്രവാചകനെ അന്വേഷിച്ച് നടക്കുകയാണ്. എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? അവിടെ പല ഗുഹകളുണ്ട്. ഗുഹകളിൽ നോക്കി, എങ്ങും കാണുന്നില്ല. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത കുറ്റിക്കാടുകളുടെ മറവിൽ പ്രവാചകൻ ഒളിച്ചിരിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിന്തിച്ചു, പ്രവാചകൻ ഇത്ര നേരമാണ് ഇങ്ങനെ വിളിച്ചിരിക്കുന്നത്. പ്രവാചകൻ ഇരിക്കാനൊരു ഇരിപ്പിടമില്ലല്ലോ. വെറും തറയിലോ, വെറും മണ്ണിലോ, ചരൽക്കല്ലുകളുള്ള മണ്ണിലോ പ്രവാചകൻ അങ്ങോട്ട് മുട്ടിമേലിരിക്കുകയായിരിക്കുമോ? ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. പ്രവാചകൻ ഒരുപക്ഷെ ആ ചരൽക്കല്ലുകളെല്ലാം വരണ്ടി അതെല്ലാം മാറ്റി അവിടെ ഒളിച്ച് പാത്തിരിക്കുകയായിരിക്കും. പക്ഷേ ദൈവം പറഞ്ഞു, ഇവിടെ നിന്നെ പോറ്റേണ്ടത് ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. കാക്ക മനുഷ്യരുടെ കയ്യിലുള്ള ആഹാരം അപഹരിച്ചെടുക്കുന്ന ഒരു ജീവിയാണ്. കാക്ക ആഹാരം കൊണ്ട് തരുമെന്ന്, അപ്പവും ഇറച്ചിയും കൃത്യസമയത്ത്. ദൈവത്തിന് സ്തോത്രം. ഈ കരഞ്ഞു വരുന്ന കാക്കയെ കാണാതിരിക്കുമ്പോൾ എന്നൊരു പാട്ടുണ്ടല്ലോ, അതിമനോഹരമായൊരു പാട്ട്. കരഞ്ഞു വരുന്ന കാക്കയെ കാണാതിരിക്കുമ്പോൾ പ്രവാചകൻ അമ്പരപ്പിലാവുന്ന സമയം. എന്നും വരേണ്ട സമയത്ത് കണ്ടില്ല. കാക്ക കരഞ്ഞു വരുന്നു. എങ്ങനെയാണ് കാക്ക ഈ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്നത് നമുക്കറിയാൻ പാടില്ല. എവിടെ നിന്നാണ് കാക്കയ്ക്ക് ഈ അപ്പവും ഇറച്ചിയും കിട്ടിയത് നമുക്കറിയാൻ പാടില്ല. അപ്പവും ഇറച്ചിയും കിട്ടിയാൽ വിട്ടുകൊടുക്കുന്ന ജീവിയല്ല കാക്ക. പക്ഷേ ഈ അപ്പവും ഇറച്ചിയും പ്രവാചകന് കൊടുക്കുന്നു. എങ്ങനെയാണ് ഈ കാക്ക കൊണ്ടുവന്നത്? എങ്ങനെയായിരിക്കാം? ആർക്കറിയാം? നമുക്ക് മനസ്സിലാവുകയില്ല. ദൈവത്തിന് സ്തോത്രം. പാടാം. തോട്ടിലെ വെള്ളം വറ്റിത്തീരുമ്പോൾ കരഞ്ഞു വരുന്ന കാക്കയെ കാണാതിരിക്കുമ്പോൾ, തോട്ടിലെ വെള്ളം വറ്റിത്തീരുമ്പോൾ കരഞ്ഞു വരുന്ന കാക്കയെ കാണാതിരിക്കുമ്പോൾ, സാരഫാത്തിൻ സമൃദ്ധി തന്നു പോറ്റി പുലർത്തുന്ന ദൈവമേ, നിൻ കരുതലോർത്തു സ്തോത്രം ചെയ്യും ഞാൻ. സാരഫാത്തിൻ സമൃദ്ധി തന്നു പോറ്റി പുലർത്തുന്ന ദൈവമേ, നിൻ കരുതലോർത്തു സ്തോത്രം ചെയ്യും ഞാൻ. അമർത്തി ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കരീത്തിൽ. വെള്ളം ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ ആ വെള്ളം വറ്റി വരുന്നു. ആരോഗ്യം വറ്റി വരുന്നു. ജനപിന്തുണ കുറഞ്ഞു വരുന്നു. ആളുകളുടെ സ്നേഹം കുറഞ്ഞു വരുന്നു. ഒരു സമയത്ത് നിറവുണ്ടായിരുന്നു, ഇപ്പോൾ നിറവില്ല. എല്ലാം വറ്റിക്കൊണ്ടിരിക്കുന്നു. പൈസ കുറഞ്ഞു വരുന്നു. പൈസയില്ല. എന്തു വേണ്ടു? എങ്ങനെ നേരിടും? എങ്ങനെ ഈ പ്രശ്നത്തെ നേരിടും? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കൂ, ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഈ കടം എങ്ങനെ തീരും? ഈ ലക്ഷക്കണക്കിനുള്ള രൂപ എങ്ങനെ തീർക്കും? എങ്ങനെ ഫേസ് ചെയ്യും? ഈ വലിയ ദുരന്തത്തെ, ഒരു പ്രശ്നത്തെ ഞാൻ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക? ദൈവത്തിന് സ്തോത്രം. ഞാൻ നിസ്സാരതയിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നോക്കിയിരിക്കുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ കയ്യിലേക്ക് പൈസ വന്ന് നിറയും. നിങ്ങൾ നോക്കിയിരിക്കുമ്പോൾ നിങ്ങളുടെ പരീക്ഷയിൽ വിജയം നിങ്ങളെ തേടി വരും. നിങ്ങൾ നോക്കിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെയും ലഭിക്കാത്ത ജോലി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ നോക്കിയിരിക്കുമ്പോൾ ഇതുവരെയും ലഭിക്കാത്ത രോഗസൗഖ്യം നിങ്ങൾക്ക് ലഭിക്കും. ഒന്ന് മാത്രം, അനുസരിക്കുക. കിരീടത്തിൻ്റെ വക്കിൽ ഒളിച്ചിരിക്കാൻ പറയുമ്പോൾ സംശയിക്കാതെ അനുസരിക്കുക. കർത്താവേ, കിരീടത്തിൻ്റെ വക്കിൽ ഒളിച്ചിരുന്നാൽ ഒരുപക്ഷെ പടയാളികൾ എന്നെ കാണുമോ? എന്നെ ഒരു വെട്ടി വീഴ്ത്തുകയില്ലേ? അവിടെ വലിയ കുറ്റിക്കാടുകൾ മാത്രമല്ലേ ഉള്ളൂ, മരങ്ങളൊന്നും ഇല്ലല്ലോ. അതിൽ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നല്ലോ, ഞാൻ എന്ത് കുടിക്കും?
ഇങ്ങനെ ചിന്തിച്ചാൽ മറുപടിയില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ അനുഭവത്തോട് ചേർത്ത് പറയട്ടെ, വലഞ്ഞുപോയ സമയങ്ങളുണ്ട്, എന്തു വേണ്ടെന്നറിയാതെ വിഷമിച്ച അവസരങ്ങളുണ്ട്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നറിയാതെ ഞാൻ ഭാരപ്പെട്ട അവസരങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അന്ന് മരണത്തെ മുഖാമുഖം കണ്ടു. എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങേ ലോകം കണ്ടു എന്നാണ്. അങ്ങേ ലോകം കണ്ടു, അവിടെ നിന്നുകൂടി ഞാൻ ദൈവത്തെ സ്തുതിച്ചു എന്നാണ്. വലിയൊരു ഘോഷയാത്ര ഞാൻ കണ്ടു എന്നാണ്. ഞാൻ പക്ഷേ തിരികെ പോന്നു. എൻ്റെ കർത്താവ് തിരികെ കൊണ്ടുവന്നു. എല്ലാവരുടെയും പ്രതീക്ഷയെ അസ്തമിച്ചു പോയിരുന്നു. ഷോറിൽ എന്നെ നോക്കിയ ഡോക്ടേഴ്സ് അന്ന് പറഞ്ഞു, കാര്യം ഗൗരവമാണ്, ക്രിട്ടിക്കലാണ്, നിങ്ങൾ മക്കളെല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കണമെന്ന്. സ്തോത്രം. ഞാനൊന്നും അറിയുന്നില്ല. ഞാൻ വഹിച്ചു കിടക്കുകയാണോ അതോ ബോധാവസ്ഥയിലാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനേകം ദൈവമക്കൾ പ്രാർത്ഥിച്ചു, അനേകം ദൈവമക്കൾ. അത് കഴിഞ്ഞു പിന്നെയും ആസ്റ്റമഡ് സിറ്റിയിൽ കിടന്നു. ഡോക്ടേഴ്സ് ഞങ്ങളുടെ ഇളയ മകൻ തോമസിനെയും ആലീസിനെയും വിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ പിടി വിട്ടുപോയി, പ്രതീക്ഷയ്ക്ക് വകയില്ല. തോമസ് ചോദിച്ചു, ഡോക്ടർ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അറിയിക്കേണ്ടവരെ എല്ലാം അറിയിച്ചുള്ളൂ, നിങ്ങൾ പിള്ളേരെല്ലാവരും ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ബോധാവസ്ഥയിൽ എന്നെ ഐസിയുണ്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ തോമസ് വാവിട്ടതിൽ വിളിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അവിടെ നിന്ന് കർത്താവ് എന്നെ എടുത്തുകൊണ്ട് പോന്നു. കർത്താവിനെ എഴുന്നേൽപ്പിച്ചു. എല്ലാം ശരിയായി എന്നല്ല, പക്ഷേ ദൈവത്തിന് സ്തോത്രം, ഇത്രയും ആരോഗ്യം തന്നു. കർത്താവിൻ്റെ മക്കളെ മുഖത്തോടും കണ്ട് സംസാരിക്കാൻ കൃപ തന്നു. കർത്താവിൻ്റെ വിലയേറിയ മക്കളോട് വചനം പറയാൻ കൃപ തന്നു. കർത്താവിൻ്റെ മക്കൾ നാനാദേശങ്ങളിലുള്ളവരെ കാണാൻ കർത്താവ് കൃപ തന്നു. ഈ വർഷത്തെ കൺവെൻഷൻ അറ്റൻഡ് ചെയ്യാൻ കർത്താവ് കൃപ തന്നു. ഒന്നും പ്രതീക്ഷിച്ചതൊന്നുമല്ല. ഈ കരിയത്ത് പറ്റിയെന്ന് വരാം. ഒറ്റുന്ന കരിയത്തിൻ്റെ വക്കിലിരുന്ന് ഏങ്ങലടിച്ച് പ്രവാചകൻ കരഞ്ഞു. കരിയത്ത് പറ്റുന്നല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് കരഞ്ഞു. നീ പറഞ്ഞിട്ടല്ലേ ഞാനിവിടെ വന്നിരുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കാൻ നീ പറഞ്ഞിട്ടല്ലേ ഞാനിവിടെ വന്നിരുന്നത്. കാക്ക പൂമറച്ചിയും കൊണ്ട് തരുന്നുണ്ട്, കൃത്യമായി തരുന്നുണ്ട്. പക്ഷേ ഈ കരിയത്തിലുള്ള പറ്റുന്നല്ലോ, ഞാൻ എന്ത് കുടിക്കും? സ്തോത്രം. ദേശത്ത് വെള്ളമില്ല, എല്ലാ ജലാശയങ്ങളും വറ്റി വരണ്ടു, ഞാൻ എന്ത് കുടിക്കും? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രവാചകൻ ഇരുന്ന് കരയുകയാണ്. കരിയത്തിൻ്റെ വക്കിൽ ഇരിപ്പ് ഒരു വേദനാകരമായ ഇരിപ്പല്ലേ? ഒന്ന് ഓർത്തു നോക്കൂ. ആരോഗ്യം വറ്റിക്കൊണ്ടിരിക്കുന്നു, പൈസ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, കടം പെരുകിക്കൊണ്ടിരിക്കുന്നു, എതിർപ്പുകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു, ആരും സഹായമില്ലാതിരിക്കുന്നു, എല്ലാവരും സഹായിക്കുന്നത് പ്രതീക്ഷിച്ചവരെല്ലാം എതിരാളികളായി മാറുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സ്നേഹിപ്പാൻ ആരുമില്ലാതിരിക്കുന്നു. അങ്ങനെ വരുമോ? വരാം. പലരും തെറ്റിദ്ധരിക്കുന്നു, അങ്ങനെ വരാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്നാൽ എല്ലാം ശരിയായി ധരിക്കുന്ന ഒരാൾ മുകളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏലിയാവേ, നിന്നോട് കരിയത്തിൻ്റെ വക്കിൽ വിളിച്ചിരിക്കാൻ പറഞ്ഞവൻ നിൻ്റെ കാര്യം അന്വേഷിക്കും. ഈ കരിയത്തിൽ വെള്ളം വറ്റിയാൽ ഒരു ശരത്ത് നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിനോട് ദൈവം പറഞ്ഞു,
ഏലിയാവേ, നീ എഴുന്നേറ്റ് സാരഫാത്തിലേക്ക് പോകുക. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്നെ പോറ്റുവാൻ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിനക്ക് ഒരു വഴി ദൈവം കാണിച്ചു തരുന്നുണ്ട്, ഒരു പോകും വഴി ദൈവം തരുന്നുണ്ട്. നീ സാരഫാത്തിലേക്ക് പോകുക. ഏലിയാവ് എഴുന്നേറ്റു. ആരോഗ്യം നല്ലപോലുണ്ട്. കാരണം എന്നും അപ്പുകർച്ചയല്ലേ തിന്നുന്നത്, നല്ല ആരോഗ്യമുണ്ട്. കാക്ക കൊണ്ടുവരുന്ന ആഹാരമല്ലേ എന്നും കഴിക്കുന്നത്. ഏലിയാവ് വന്ന് നോക്കുമ്പോൾ കാക്ക വരുന്നില്ല. ഏലിയാവ് മനസ്സിലായി, ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ദൈവം പറഞ്ഞു പോവുക എന്ന്. പോവുക തന്നെ. ഏലിയാവ് സരപ്തിയിലേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു വഴി അടഞ്ഞാൽ വേറൊരു വഴി ദൈവം തുറക്കും. നിങ്ങൾ വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. പ്രതീക്ഷിക്കാത്ത ഒരു വഴി ദൈവം തുറന്നു തരും. ഒരു വഴി അടഞ്ഞു എന്ന് വരാം, ഒരു വാതിൽ അടഞ്ഞു എന്ന് വരാം, അതുവരെ സ്നേഹിച്ചവർ മാറിപ്പോയി എന്ന് വരാം, അതുവരെ താങ്ങിയവർ കൈവലിച്ചു എന്ന് വരാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഡോക്ടേഴ്സ് കൈവിട്ടു എന്ന് വരാം, ചികിത്സകൾ ഫലിക്കാതെ വന്നെന്ന് വരാം, ആയുസ് അറ്റുപോയി എന്ന് വരാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയട്ടെ, സത്യമായ ഒരു ദൈവം ജീവിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതുകൊണ്ട് ഞാൻ സമാധാനമായി കഴിയുന്നു. യേശു ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ആശ്വാസമുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ ക്രിസ്തുവിലേക്കൊന്ന് നോക്കൂ. നിങ്ങൾ അപ്പം തരുന്ന കാക്കയിലേക്ക് നോക്കണ്ട, നിങ്ങൾ നിറഞ്ഞൊഴുകുന്ന കിരീടത്തിലേക്ക് നോക്കണ്ട, നിങ്ങൾ സരത്തിലെ വിധവയുടെ മുഖത്തേക്ക് നോക്കണ്ട. നിങ്ങൾ ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കൂ. അവിടെ നിന്ന് നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കും. അവിടെ നിന്ന് ആവശ്യമുള്ളത് എല്ലാ വിഭവങ്ങളും തന്നുകൊണ്ടിരിക്കും. മുകളിലേക്ക് നോക്കൂ. എന്തുകൊണ്ടെന്നാൽ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. നിന്നെ ദൈവം രൂപാന്തരപ്പെടുത്താൻ ഏതെല്ലാം വഴികളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിന്നെ ശുദ്ധീകരിച്ചെടുക്കാൻ ഏതെല്ലാം വഴികളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിന്നെ കർമ്മയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ ഏതെല്ലാം വഴികളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കർമ്മയിൽ വിഗ്രഹാരാധികൾ മധ്യത്തിൽ സത്യസാക്ഷിയായി നിൽപ്പാൻ ഏതെല്ലാം വഴികളാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിന്നെ ദൈവം ഉയർത്തിക്കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ്. കർമ്മയിലെ ഔന്നത്യങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോയിട്ട് അവിടെ വിഗ്രഹാരാധികളുടെ മുമ്പിൽ നിന്റെ തല ഉയർത്തിപ്പിടിക്കാൻ സ്വർഗത്തിലെ ദൈവം പരിപാടികൾ തയ്യാറാക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കഷ്ടത്തിൽ വലയുന്ന ദൈവവൈതലേ, നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. നിന്നെ ദൈവം ജാതികളുടെ മുമ്പിൽ നിർത്താൻ പോവുകയാണ്. ജാതികളുടെ മുമ്പിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് നിർത്താൻ പോവുകയാണ്. നിന്നെ ദൈവം തൻ്റെ കരങ്ങളെടുക്കാൻ പോവുകയാണ്. ഇന്ന് യാതനയേറ്റ് പിടയുന്ന ദൈവവൈതലേ, ഇന്ന് ദുരിതമേറ്റ് വലയുന്ന ദൈവവൈതലേ, ഇന്ന് കഷ്ടപ്പാടിൽ വലയുന്ന ദൈവവൈതലേ, ഇന്ന് വലയുന്ന ജീവിതമായി മനസ്സ് ഒന്ന് വീങ്ങിയിരിക്കുന്നവരെ, നിങ്ങൾ കേൾക്കൂ. നിങ്ങൾക്ക് നല്ലൊരു കാലം കർത്താവ് ഒരുക്കുകയാണ്. നിങ്ങളോട് ആശ്വസിപ്പിക്കുകയല്ല കേട്ടോ. എൻ്റെ കർത്താവിന് സ്തോത്രം. വ്യർത്ഥമായി ആശ്വസിപ്പിക്കുകയല്ല. നിങ്ങൾക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ വചനം തരികയാണ്. ദൈവകർത്താവിൻ്റെ വചനം നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളിന്ന് വലയുന്നു, നിങ്ങളിന്ന് വിഷമിക്കുന്നു, ഇന്ന് വറുതിയുണ്ട്, ഇന്ന് വെള്ളം വറ്റുന്നുണ്ട്, ഇന്ന് ഇതുവരെയും വന്നുകൊണ്ടിരുന്ന കാക്ക വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിന്നോട് ദൈവം പറയുന്നു, നീ അനുസരിച്ചാൽ മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറാതിരുന്നാൽ മാത്രം മതി. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിൻ്റെ വഴികൾ എത്ര മഹോന്നതമായ വഴികൾ, എത്ര മനോഹരമായ വഴികൾ, എത്ര ഉന്നതമായ വഴികൾ, എത്ര ശ്രേഷ്ഠമായ വഴികൾ. ദൈവത്തിൻ്റെ വഴികളോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. അവൻ നിന്നെ നയിച്ചു കൊണ്ട് പോയിക്കൊള്ളും. അവൻ നിന്നെ നടത്തിക്കൊണ്ട് പോയിക്കൊള്ളും. നിൻ്റെ ഹൃദയത്തിലെ ഭാരങ്ങൾ അവൻ മാറ്റി തന്നുകൊള്ളും. നിൻ്റെ മനസ്സിനെ ഉലയ്ക്കുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം തന്നുകൊള്ളും. നീ വലയേണ്ട മകനെ, നീ വലയേണ്ട മകളെ, നീ ഉലഞ്ഞു പോകണ്ട, നീ ഭാരപ്പെടേണ്ട. നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്, നിൻ്റെ കാര്യം അറിയുന്നൊരു ദൈവമുണ്ട്, നിന്നെ തൻ്റെ കരങ്ങളെടുക്കുന്നൊരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. അവനിതാ നിൻ്റെ അരികത്തേക്ക് മന്ദം വന്ന് വരികയാണ്. അവൻ നിൻ്റെ അരികത്തേക്ക് വന്ന് നിൻ്റെ മേൽ തൃക്കരം വയ്ക്കാനും തൃക്കരം ഉയർത്തുകയാണ്.
ആണിപ്പാടുള്ള കരം നിൻ്റെ തലമേൽ വയ്ക്കുവാൻ ഉയർത്തുകയാണ്. നീ ഒരു വാക്ക് അവനോട് പറയുമോ? കർത്താവേ, നാഥ, വറ്റുന്ന തോട്, കർത്താവേ, വറ്റുന്ന കരീത്ത്, എൻ്റെ ദൈവമേ, കരീത്തിൻ്റെ ചുറ്റുമുള്ളതായ കുറ്റിക്കാടുകൾ, എൻ്റെ കർത്താവേ, കാക്ക വരുന്നതും കാത്തിരുന്ന സമയങ്ങൾ, പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കാക്ക വന്നുകൊണ്ടിരുന്നത് നിറന്നുപോയ അവസരങ്ങൾ, എനിക്ക് തന്നുകൊണ്ടിരുന്നവരുടെ കരം ഇപ്പോൾ തരുന്നില്ല. ഞാൻ വിഷമിക്കുന്ന കർത്താവേ, ഞാൻ ഭാരപ്പെടുന്നു. എനിക്കൊരു താങ്ങും തണലുമായി ആരുമില്ല, എനിക്ക് പറയാൻ ആരുമില്ല, എനിക്ക് സങ്കടം ബോധിപ്പിക്കാൻ ആരുമില്ല, എനിക്ക് ആശ്രയിക്കാൻ ആരുമില്ല. അത് നിനക്കറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ആരുമില്ലെന്ന കാര്യം നിനക്കറിയാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. അപ്പനുണ്ട്, പക്ഷേ അപ്പനുണ്ട് എന്നതിൻ്റെ പ്രയോജനമല്ല, ഉപദ്രവമാണുള്ളത്. നിനക്കറിയാമല്ലോ. അമ്മയുണ്ട്, പക്ഷേ അമ്മയുണ്ട് എന്നുള്ളതിൻ്റെ പ്രയോജനമല്ല, ഉപദ്രവമാണ് ഉണ്ടാകുന്നത്. അത് നിനക്കറിയാമല്ലോ. എന്നും വീട്ടിൽ വഴക്ക്, ബഹളം, കലഹം. കർത്താവേ, നീ എല്ലാം കാണുന്നല്ലോ. ഈ കരീത്തിൽ ഞാൻ മറിഞ്ഞിരിക്കുകയാണ് കർത്താവേ. ഈ കരീത്തിൽ ഞാൻ കഴിയുകയാണ്. ഈ കൈപ്പേറിയ കരീത്തിൻ്റെ വക്കിൽ ഞാൻ ഒളിച്ചിരിക്കുകയാണ്. കരുണയുള്ള കർത്താവേ, ഇപ്പോൾ നാഥ, നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേലൊന്ന് വയ്ക്കണമേ. 2000 വർഷം മുൻപ് ഗോകുൽത്തായിലെ കുരിശിൽ ആണിയടിച്ച് തകർന്നതായ ആ കരം ഇന്ന് സജീവമായ കരങ്ങളാണ്. ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന എൻ്റെ യേശുവിൻ്റെ കരങ്ങളാണ്. യേശു ജീവിക്കുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. കാരണം നീ എൻ്റെ തലമേൽ കരം വയ്ക്കുന്നു, നീ ജീവിക്കുന്നു, എനിക്കറിയാം. എൻ്റെ തലമേൽ നിൻ്റെ കരം വയ്ക്കുന്നു, നീ ജീവിക്കുന്നു. യേശുവേ, നീ മൺമറഞ്ഞു പോയവനല്ല, നീ കുരിശിൽ തീർന്നു പോയവനല്ല, നീ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, നീ ജീവിക്കുന്നു. നീ എൻ്റെ വേദനയ്ക്ക് ശമനം തരാൻ ജീവിക്കുന്നു. എനിക്ക് ശുദ്ധീകരണം തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യാതനയിൽ കൂടിയെല്ലാം ശുദ്ധീകരണം തരികയാണ്. കർമ്മയിലേക്ക് എന്നെ ഉയർത്തിക്കൊണ്ട് പോവുകയാണ്. കർമ്മേലിൻ്റെ ഔന്നത്യങ്ങളിലേക്ക് എന്നെ കയറ്റിക്കൊണ്ട് പോവുകയാണ്. കർത്താവേ, അത്ഭുതങ്ങളിലേക്ക് എന്നെ നയിക്കാൻ നീ പോവുകയാണ്. നീ അത്ഭുതങ്ങൾ നടത്തി തരികയാണ്. എൻ്റെ കർത്താവേ, എനിക്ക് അറിഞ്ഞുകൂടാത്ത അത്ഭുതങ്ങൾ കാക്ക അപ്പം കൊണ്ടുവന്ന് തരുന്നു. എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് കർത്താവേ. കരീത്ത് വറ്റുമ്പോൾ അപ്പോൾ സരപ്തയിലെ വിധവയൊരുക്കുന്നു. എനിക്ക് മനസ്സിലാക്കാത്ത കാര്യമാണ് നാഥ. ഞാനിതാ നിൻ്റെ കരങ്ങളിലേക്ക് നിസ്സാരമായി ആയുസ് വെച്ച് തരുന്നു. ഇപ്പോൾ കർത്താവേ, നീ എന്നെ കാണുന്നുണ്ടല്ലോ. നിൻ്റെ കരങ്ങളിലേക്ക് ഈ ആയുസ് ഇപ്പോൾ ഞാൻ നീട്ടി വെച്ച് തരുന്നു. നാഥ, നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേൽ വെക്കണമേ. എൻ്റെ ഈ അശുദ്ധി നിറഞ്ഞ തലമേൽ വെക്കണമേ. ദുർവിചാരങ്ങളും വൈരാഗ്യവും പകയും വിദ്വേഷവും അശുദ്ധ മോഹങ്ങളും നിറഞ്ഞ എൻ്റെ തലയിൽ നിൻ്റെ തർക്കരം വെക്കണമേ. നാഥ, എന്നെ നീ വിശുദ്ധീകരിക്കണമേ. എന്നെ നീ കഴുകിവെടിപ്പാക്കണമേ. തിരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. തിരക്തത്തിൻ്റെ അടയാളം എനിക്ക് തരണമേ. എൻ്റെ കർത്താവേ, അടയാളങ്ങൾ ഒരുത്തിനെയും തൊട്ടുപോകരുത് എന്ന് കൽപ്പിക്കുന്നതായി ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് എഴുന്നേൽപ്പാൻ കൃപ തരണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. മരണത്തോളം, ആയുസുള്ള കാലത്തോളം യേശു ക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധനായ, ഒരു ശുദ്ധിമതിയായി ഞാൻ ജീവിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം തൻ്റെ കരങ്ങൾ ഉയർത്തുകയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തോളം യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധനായി, യേശു ക്രിസ്തുവിൻ്റെ ശുദ്ധിമതിയായി ഞാൻ ജീവിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തിയാൽ മതി. ദൈവത്തെ പരീക്ഷിക്കരുത്, ജീവനുള്ള ദൈവത്തെ പരീക്ഷിക്കരുത്. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കരങ്ങൾ ഉയർത്തിയാൽ മതിയല്ലോ. ആരും നിർബന്ധിക്കുകയില്ലല്ലോ. ആരെല്ലാം കരം ഉയർത്തുന്ന ആരും നോക്കുന്നില്ലല്ലോ. യേശു ക്രിസ്തു നോക്കിക്കൊള്ളും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ കരുണയുള്ള കർത്താവേ, ജീവനുള്ള പൊന്നേശുവേ, അവിടുത്തെ മഹത്വമേറിയ സാന്നിധ്യം അവിടെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ശുദ്ധീകരണത്തിൽ കൂടി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. കഷ്ടതകൾ ശുദ്ധീകരണത്തിലുള്ള ഉപാധിയാണെന്ന് മനസ്സിലാക്കി തരുന്നതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ 2ാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. സ്തോത്രം. കരങ്ങളെ താഴ്ത്തിയിടുക.